ഒരു അപകടം വരാൻ കാത്തിരിക്കുകയാണ് നടപടിയെടുക്കാൻ. കൂത്തുപറമ്പ് റവന്യൂ വകുപ്പിന്റെ ഉദാസീനതയ്ക്ക് ഒരു ഉദാഹരണമാണ് ട്രഷറിക്കു സമീപത്തെ നിരവധി തണൽ മരങ്ങൾ. വലിയ കാറ്റും മഴയുമുള്ളപ്പോൾ ഏറെ ഭീതിയോടെയാണ് ഈ ഭാഗത്തുള്ളവർ കഴിഞ്ഞുകൂടുന്നത്. ട്രഷറിയും സ്റ്റേഡിയം പവലിയനും ഷട്ടിൽ ബ്രദേഴ്സ് ക്ലബിന്റെയും കെട്ടിടത്തിന് ഭീഷണിയായ വൻമരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം പരിഗണിക്കാതെ റവന്യൂ വകുപ്പ്. മഴക്കാലത്ത് ദുരന്ത വാർത്തകൾ ഏറെയാണ്. കാറ്റിനും മഴയ്ക്കും അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ ഏറെ പേടിയോടെ മാത്രമേ കൂത്തുപറമ്പ് ട്രഷറിക്ക് സമീപത്തെ ജനങ്ങൾക്ക് കഴിഞ്ഞുകൂടാൻ സാധിക്കൂ. ഭീഷണി ഉയർത്തുന്ന വൻമരങ്ങൾ മുറിച്ചു മാറ്റണമെന്നതാണ് പൊതുജനത്തിന്റെ ആവശ്യം. റവന്യൂവിന്റെ അധീനതയിലുള്ള സ്ഥലത്താണ് ഈ മരങ്ങളേറെയും. സ്റ്റേഡിയം പവലിയനോട് ചേർന്ന് വീണ് ചാഞ്ഞുകിടക്കുന്ന മരം പോലും മുറിച്ചു മാറ്റാൻ ഇതുവരെ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. കൂത്തുപറമ്പ് ഷട്ടിൽ ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നിരവധി പരാതികൾ നൽകിയെങ്കിലും അധികൃതർ ഇതുവരെ ഇത് പരിഗണിച്ചിട്ടില്ല. ക്ലബ്ബ് സെക്രട്ടറി കെ ബാബുരാജ് പറയുന്നതിങ്ങനെ: പൂമരം മുറിച്ചു മാറ്റുന്നതിന് റവന്യൂവിലും മുനിസിപ്പാലിറ്റിയിലും എല്ലാം നമ്മൾ അപേക്ഷ കൊടുത്തിന്. അപ്പോൾ അതിനൊരു നല്ലൊരു മറുപടി നമുക്ക് കിട്ടിയിട്ടില്ല. അത് മുറിച്ചിട്ട് മരം നമ്മളെ ഇടയിൽ തന്നെ മുറിക്കാമെന്ന് പറഞ്ഞതാണ്. നമ്മളെ ചെലവിൽ തന്നെ മുറിച്ച് മാറ്റാന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ അത് പറ്റൂല. പിന്നെ മുറിച്ചിട്ട് കൊടുക്കാൻ പറ്റൂല. മുറിച്ചവിടെ ഇട്ടിട്ട് ടെൻഡർ ചെയ്തിട്ട് മരം കൊടുക്കണമെന്നാണ് പറഞ്ഞു. അപ്പോൾ അതിന് ആരും വരുന്നില്ല. ഈ മരം ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്തതാണ്, വേറെ ഒന്നിനും പറ്റാത്തതാണ്. കഴിഞ്ഞ ഭരണകാലത്ത് തന്നെ ആദ്യ പരാതിയുമായി അധികൃതരെ സമീപിച്ചു തുടങ്ങിയതാണ്. മുനിസിപ്പാലിറ്റിക്കും റവന്യൂ അധികൃതർക്കും അപേക്ഷകൾ എഴുതി നൽകി. ഫലം ഇല്ലാതായതോടെ പുതിയ ഭരണസമിതിക്ക് മുന്നിലും ക്ലബ്ബ് ഭാരവാഹികൾ പരാതിയുമായി പോയി. എന്നാൽ ഇതിനും ഒരു മറുപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. നടപടി എത്രയും വേഗം സ്വീകരിക്കണമെന്നാണ് ഷാജു കൈപ്പച്ചേരി പറയുന്നത്. വലിയ മരങ്ങൾ ട്രഷറിയുടെ കോമ്പൗണ്ട് വാളിന് ചേർന്നും അതുപോലെ പവലിയന്റെ വാളിന് സ്ലാബിനോട് ചേർന്നിട്ടുമുണ്ട്. അത് ഏത് നിമിഷവും പൊരിഞ്ഞു വീണ് ട്രഷറിക്കും ഷട്ടിൽ കോർട്ടറും അതുപോലെ പവലിയനും ഭീഷണിയാവുന്ന അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ ഈ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. മരങ്ങളുടെ വലിയ ഭീഷണി ഒരു ഭാഗത്ത് കിടക്കുമ്പോൾ തന്നെ സ്റ്റേഡിയം നിർമ്മാണത്തിന് ഉപയോഗിച്ച മണ്ണുകൾ കൂട്ടിയിട്ടതും മറ്റൊരു ഭീഷണിയാണെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. മണ്ണിനു മുകളിൽ കാടുപിടിച്ച് ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയതും ഏറെ ഭയപ്പെടുത്തുന്നതായും ക്ലബ്ബ് പ്രസിഡന്റ് സതീഷ് കുമാർ പറയുന്നു. സ്റ്റേഡിയം നിർമ്മാണത്തിലിരിക്കുമ്പോൾ തന്നെ ഇതിന്റെ ബാക്കി വന്ന മണ്ണുകളൊക്കെ ഇതിന് ചുറ്റും പവലിയനും ഈ ഷട്ടിൽ കോർട്ടിനും ഇടയിലുള്ള ഗ്യാപ്പിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. അതും എത്രയും പെട്ടെന്ന് അനാവശ്യമായുള്ള ആ മരുന്ന് കൂട്ടിയിട്ട് അവിടെ കാട് പിടിച്ച് ഇഴജന്തുക്കളും മറ്റും ഉള്ള ഒരു അവസ്ഥയാണുള്ളത്. അതും നീക്കിത്തരുവാൻ വേണ്ടി അധികൃതരോട് അഭ്യർത്ഥിക്കുന്നു. തണൽ മരം സ്വന്തം ചിലവിൽ മുറിച്ചുമാറ്റാൻ ക്ലബ്ബ് ഭാരവാഹികൾ തയ്യാറാണെങ്കിലും അതിനും റവന്യൂ വകുപ്പ് സമ്മതം നൽകിയിട്ടില്ല. മരം മുറിച്ചുമാറ്റി ലേലത്തിന് നൽകിയാൽ റവന്യൂവിനത് അധിക ലാഭമാണ്. എന്നിട്ടും ഭീഷണിയായ മരങ്ങൾ മുറിക്കാനോ മറ്റുള്ളവരെ മുറിച്ചുമാറ്റാനോ അനുവാദം നൽകാതെ ഒരു അപകടത്തിനായി കാത്തിരിക്കുന്ന അവസ്ഥയാണ് അധികൃതരുടേത്. ന്യൂസൈറ്റ് കൂത്തുപറമ്പ്. നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.